വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതും 1 മുതൽ 3 വർഷത്തിനുള്ളിൽ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശുണ്ടോ? 10,000 ആയിക്കൊള്ളട്ടെ, 50,000 ആയിക്കൊള്ളട്ടെ, 5 ലക്ഷം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതിന് മുകളിലും ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ നിങ്ങൾ ഇത് ഏതെങ്കിലും ആവശ്യത്തിനായി മാറ്റിവെച്ചതായിരിക്കാം. വിവാഹ ചടങ്ങിനോ, അല്ലെങ്കിൽ ഒരു വീട് പണിയാനോ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ. എന്തിനാണ് നമ്മൾ നമ്മളുടെ പണം വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത്? ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മളുടെ ഈ പണം ഇരട്ടിയാക്കിയാലോ? ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 1 വർഷം മുതൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പണം സുരക്ഷിതമായി ഇരട്ടിയാക്കാനുള്ള വഴിയാണ്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. കുറഞ്ഞ റിസ്ക് മുതൽ കൂടുതൽ റിസ്ക് വരെയുള്ള പല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണോ ആഗ്രഹം, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങൾക്ക് ഇതിലൂടെ തിരഞ്ഞെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് FD. ഉറപ്പായ റിട്ടേൺ ലഭിക്കുന്നു എന്നതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാന ആകർഷണം. നല്ല ഇൻട്രസ്റ്റ് റേറ്റുകൾ 3 വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് FDയിലൂടെയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഒരു മുതിർന്ന പൗരനാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കാനും സാധ്യതയുണ്ട്. NBFCകളിലൂടെ നമുക്ക് കൂടുതൽ റിട്ടേൺ ലഭിക്കും. പക്ഷേ FDകളെ കമ്പയർ ചെയ്യുമ്പോൾ NBFCകളിൽ കൂടുതൽ റിസ്ക് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിസ്ക് ഫാക്ടർ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ബാങ്കിൽ മിനിമം 5 ലക്ഷം രൂപ വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് അംഗീകൃത ഇൻഷുറൻസും നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ബാങ്ക് FD ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് കോർപ്പറേറ്റ് ബോണ്ട്. കോർപ്പറേറ്റ് ബോണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. ഗവൺമെന്റ് ബോണ്ടിനെ പോലെ തന്നെയാണ് കോർപ്പറേറ്റ് ബോണ്ടും. പക്ഷെ നമുക്ക് കോർപ്പറേറ്റ് ബോണ്ടിലൂടെ ഹൈ റിട്ടേൺ ലഭിക്കുന്നു. പക്ഷേ ഗവൺമെന്റ് ബോണ്ടിനെ താരതമ്യം ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ബോണ്ടിലെ റിസ്ക് എലമെന്റ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് എലമെന്റ് കൃത്യമായി മനസ്സിലാക്കുക. ഹൈ റേറ്റഡ് ബോണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് AAA ഓർ AA കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു റിസ്ക് എലമെന്റ് കുറവായിരിക്കും. ഈ ഒരു കോർപ്പറേറ്റ് ബോണ്ടിന്റെ റിസ്ക് എലമെന്റ് പ്രധാനമായും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് കമ്പനി ഡീഫോൾട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഉറപ്പായ റിട്ടേണും അതും നിശ്ചിത കാലയളവിനുള്ളിൽ നമുക്ക് ലഭിക്കും എന്നതാണ് ഇതിന്റെ ഒരു മേന്മയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് വിൻഡ് വെൽത്ത് വഴിയുള്ള കോർപ്പറേറ്റ് ബോണ്ടുകൾ. വിൻഡ് വെൽത്ത് വഴിയുള്ള കോർപ്പറേറ്റ് ബോണ്ടുകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ SBI അംഗീകൃത ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ആണിത്. കോർപ്പറേറ്റ് ബോണ്ടുകളിൽ വളരെ ലളിതമായി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. വെറും 4 മാസം മുതൽ ചുരുങ്ങിയ കുറെ വർഷങ്ങൾ വരെയുള്ള ടെന്യൂർ ഉള്ള ബോണ്ടുകളാണ് നമുക്ക് ഇതിലൂടെ എടുക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല 12% വരെ റിട്ടേണും നമുക്ക് നേടാൻ സാധിക്കുന്നു. നിങ്ങളുടെ ബോണ്ടുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെയായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ബോണ്ട് ആവശ്യമില്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ബോണ്ടുകൾ വിറ്റ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഈ ഒരു ബോണ്ടിന്റെ റേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. AAA ഏറ്റവും സുരക്ഷിതമായതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 7 മുതൽ 8% വരെ നമുക്ക് റിട്ടേൺ ലഭിക്കുന്നു. AA എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് കുറച്ച് റിസ്ക് എലമെന്റ് ഉണ്ടാകും. അതിലൂടെ നമുക്ക് 8 മുതൽ 9.5% വരെ റിട്ടേൺ ലഭിക്കുന്നു. A എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാലൻസ്ഡ് ആണ്. 9.5% മുതൽ 11.5% വരെ നമുക്ക് നേടാൻ സാധിക്കും. BBB എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് കൂടുതൽ റിസ്ക് ആണ്. ഇത് റിസ്ക് എലമെന്റ് കൂടുതൽ എന്നതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് റിട്ടേൺ ആയി ലഭിക്കുന്നത് 11% മുതൽ 12% വരെയാണ്. അതായത് റിസ്ക് എലമെന്റ് കുറവാണെങ്കിൽ നമ്മളുടെ റിട്ടേണിന്റെ ആ ഒരു പലിശ നിരക്ക് കുറവായിരിക്കും. റിസ്ക് എലമെന്റ് കൂടുതലാണെങ്കിൽ, അതായത് റിസ്ക് ഫാക്ടർ വളരെ കൂടുതൽ ഉണ്ടാകും, പക്ഷെ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ അതൊരു വലിയ തുകയായിരിക്കും. വിൻഡ് വെൽത്തിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വിൻഡ് വെൽത്ത് ഓരോ ബോണ്ടിലും സ്വന്തം പണവും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു പ്രത്യേകതയായി എടുത്തു പറയാൻ സാധിക്കും. അതുമാത്രമല്ല ആപ്പ് വഴി കിക്ക് ഓൺ ബോർഡിംഗ്, ഫാസ്റ്റ് KYCയും സാധ്യമാകുന്നു. അത് മാത്രമല്ല ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മന്ത്ലി നമുക്ക് എടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലിയായി ഈ ഒരു ബോണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ ലളിതവും സുരക്ഷിതവുമായ രീതിയിൽ ഒരു നിശ്ചിത റിട്ടേൺ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിൻഡ് വെൽത്ത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഇൻട്രസ്റ്റ് സേവിംഗ് അക്കൗണ്ട്. ചില ബാങ്കുകൾ നമുക്ക് 7% മുതൽ 8% വരെ പലിശ നിരക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഓഫർ ചെയ്യുമ്പോൾ മിനിമം ബാലൻസ്, അതുപോലെ തന്നെ ലിമിറ്റഡ് വിത്ഡ്രോവൽ എന്നിങ്ങനെയുള്ള ചില
ചില കണ്ടീഷൻസും ആ ഒരു ബാങ്ക് നമുക്ക് നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു ബാങ്കിൽ നിന്ന് മിനിമം 5 ലക്ഷം രൂപ വരെയാണ് ഇൻഷുർഡ് ആയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ ഹിസ്റ്ററി കൃത്യമായി പഠിക്കുക. ചില ബാങ്കുകൾ അനധികൃതമായി ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബാങ്കിന്റെ ഹിസ്റ്ററി കൃത്യമായി വ്യക്തമാക്കിയതിനു ശേഷം അതിന്റെ പിന്നാലെ പോകുക. ഉയർന്ന പലിശ ലഭിക്കുന്നു എന്ന പേരിൽ അനാവശ്യമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിനെയും നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അഞ്ചാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ പെൻഷൻ സ്കീം. ഈ ഒരു സ്കീമിന്റെ പ്രത്യേകതയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ ഒരു സ്കീമിന് ലോക്ക് ഇൻ പീരീഡ് ഇല്ല. അതുപോലെ തന്നെ വളരെ ഡൈനമിക് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡെപ്റ്റ്, ഇക്വിറ്റി, കോർപ്പറേറ്റ് ബോണ്ട് എന്നിവയിൽ എത്ര രൂപയാണ് നിക്ഷേപിക്കേണ്ടത്, ഏതിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതൊരു ബെനിഫിറ്റായി നമുക്ക് പറയാൻ സാധിക്കും. FDനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നാഷണൽ പെൻഷൻ സ്കീം കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമുക്ക് കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് റിസ്ക് എലമെന്റും ഇതിലുണ്ട്. ആറാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഗോൾഡ് ആൻഡ് സിൽവർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓരോ ദിവസവും സ്വർണത്തിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിന്റെ വില ഉയരാനുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ആൻഡ് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ആണോ എന്നതിനെ കുറിച്ച് അറിയാനാണ്. നമുക്കത് നോക്കാം. ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർണം ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഓരോ വർഷങ്ങൾ കഴിയുന്തോറും സ്വർണത്തിന്റെ വില ഉയർന്നു വരികയാണ്. ഇപ്പോൾ നിങ്ങൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ സ്വർണത്തിന്റെ വില ഇരട്ടിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും കാലത്തെ ഒരു പഠന പ്രകാരം സ്വർണത്തിന്റെ വില കുറയുന്നില്ല. കുറയുകയാണെങ്കിലും 1000 അല്ലെങ്കിൽ 200 രൂപ കുറയുകയാണെങ്കിലും വില ഉയരുന്നത് വളരെ വലിയ രീതിയിലാണ്. അതായത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർണത്തിലും അതുപോലെ തന്നെ വെള്ളിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്വർണത്തിന് മാത്രമല്ല ഡിമാൻഡ് ഉയരുന്നത്, സിൽവറിന്റെ മൂല്യം ഉയരുന്നതിനെ കുറിച്ചും ഒരു 10 വർഷത്തിനുള്ളിൽ സിൽവറിന്റെ വില വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യതയാണ് വരുന്നതിനെ കുറിച്ചും ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇലക്ട്രിക് വെഹിക്കിളും സോളാറും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിലെല്ലാം വെള്ളി ആവശ്യമുണ്ട്. അപ്പോൾ കുറെ വർഷം കഴിയുമ്പോൾ സിൽവറിന്റെ മൂല്യം ഉയരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. സ്വർണത്തിലായാലും സിൽവറിലായാലും ഒരു ലോങ് ടേം, അതായത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ റിട്ടേൺ വേണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വലിയ റിട്ടേൺ ലഭിക്കില്ല. പക്ഷേ വർഷങ്ങളോളം നിങ്ങൾ ഇത്തരത്തിൽ ഒരു സ്വർണം വാങ്ങിച്ച് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺ ആയിരിക്കും ലഭിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരാശരി ഒരു 12% റിട്ടേൺ എങ്കിലും നിങ്ങൾക്ക് മിനിമം ലഭിക്കുമെന്നത് ഗ്യാരണ്ടീഡ് ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ നല്ലതാണ്. പക്ഷേ ഒരു പ്രധാന ഇൻവെസ്റ്റ്മെന്റ് ആയി സ്വർണം വെള്ളി നോക്കുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കില്ല. 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വർണത്തിൽ നിക്ഷേപിച്ച് ഒരു റിട്ടേൺ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അവസാനമായി 7ാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്. ഇത് ഡെപ്റ്റും ഇക്വിറ്റിയുമായിട്ടുള്ള ഒരു മിശ്രിതമാണ്. പലതും 75% മുതൽ 90% വരെ ഡെപ്റ്റ് ആയിരിക്കും. FDനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വലിയ റിട്ടേൺ ആണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിലൂടെ നേടാൻ സാധിക്കുന്നത്. ലിക്വിഡിറ്റി എക്സ്പോഷർ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിസ്ക് എലമെന്റ് മറ്റ് മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് കുറച്ച് അധികമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക. ഇതിൽ മാത്രമല്ല, ഏതൊരു പ്ലാനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പ്ലാനിനെ കുറിച്ച് കൃത്യമായ ഒരു അവലോകനം, ഒരു പ്ലാൻ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ വെറുതെ നിങ്ങളുടെ പണം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. റിസ്ക് എലമെന്റ് കുറവുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ നിന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹയർ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്നൊരു വീഡിയോയിലൂടെ 1 വർഷം മുതൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പണം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കും എന്നിവ മനസ്സിലാക്കി ഏതാണോ നിങ്ങൾക്ക് ബെറ്ററായി തോന്നുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ ഫിക്സഡ് റിട്ടേണുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിൻഡ് വെൽത്ത് വഴി കോർപ്പറേറ്റ് ബോണ്ടുകൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വിൻഡ് വെൽത്ത് വഴി കോർപ്പറേറ്റ് ബോണ്ടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വളർത്തേണ്ടത്, നിങ്ങളുടെ പണം വളർത്തേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. Bosswala. Be the boss.